ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നാടൻ കറി മീൻസ് എന്താണ് കുമ്പളങ്ങ കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് നാടൻ കറിയല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പം അത് ഇങ്ങനെ പടുമുളയായിട്ടൊക്കെ മുളച്ച് വന്നതാണ്. അതുകൊണ്ടിട്ട് നന്നായിട്ടുണ്ടായി. നമ്മൾ നോക്കി ഓമനിച്ചൊക്കെ വളർത്തുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാവാനൊരു മടിയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫലം തരും. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കുമ്പളങ്ങയാണ് ഇത്. ഞാൻ അതിൻ്റെ ഒരു കാൽ ഭാഗം എടുക്കണുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കുമ്പളങ്ങ. കാരണം എന്തോ കാരണമൊന്നുമില്ല. ഇതിലും എനിക്കിഷ്ടം കപ്പങ്ങ ഇട്ടിട്ട് വെക്കണതാണ് കേട്ടോ. ഈ കുമ്പളങ്ങയുടെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയ പിടുത്തമല്ല. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ കളയൂലല്ലോ. അങ്ങനെ അപ്പം ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും കുമ്പളങ്ങ മാറ്റിയിട്ട് മറ്റേ എന്താണ് കണിവെള്ളരി അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാറില്ല. അങ്ങനെ അപൂർവമേ വാങ്ങിക്കുള്ളൂ. എന്നാലും അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കും. ഇന്നത്തെ വീട്ടിലുണ്ടായതാവുമ്പോൾ നമ്മൾ വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ കുമ്പളങ്ങ നമ്മൾ തോല കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട്. വെക്കണ രീതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഇത്തിരി അതായത് കുമ്പളങ്ങ അരിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് വേവിക്കും. പച്ചമുളകും അരിഞ്ഞിടും കേട്ടോ. കാരണം നമുക്ക് പച്ചമുളകാണ് ഇതിൻ്റെ ഒരു എരിവ്. അല്ലാതെ മുളക് പൊടി അങ്ങനെ ഇടാറില്ല. കാരണം അപ്പോൾ ഈ ചുമന്ന കളറിൽ അങ്ങനെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. നമ്മളെപ്പോഴും മഞ്ഞ കളറിലായിരിക്കും ഇങ്ങനത്തെ കറിയൊക്കെ ഇരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ എന്താണ് ചേർക്കണത്? തേങ്ങ അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 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 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയത് കേട്ടോ. പിന്നെ കുറച്ച് ജീരകം ഇതൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ നന്നായി അരച്ചെടുത്തതിന് ശേഷം അതൊഴിക്കുക. അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു കട്ട തൈര് ഉണ്ടെങ്കിൽ ആ തൈര് ഒന്ന് മിക്സിയിലടിക്കുക. അല്ലെങ്കിൽ മോര എന്തെങ്കിലുമൊക്കെ ചേർക്കാം. അത് ചേർക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മളെന്താണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളോസ് നാരങ്ങയാണ് കേട്ടോ. പക്ഷെ ഇത് ഇപ്പം ചെറുപ്പത്തിലേ തല്ലിക്കൊഴിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. മഴ ആയതുകൊണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിൽ വന്ന് വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. മുകളിലുള്ളത് ഇതിപ്പോൾ നമ്മൾ മുറ്റത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി കൊടുത്തുനിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ മോരൊഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അതായത് കാച്ചി ഒഴിക്കൂലേ ഇങ്ങനെ ഉള്ളി, മുളക്, വറ്റൽമുളക് അങ്ങനെയുള്ളതൊക്കെ കാച്ചി ഒഴിക്കുകയാണ് ചെയ്യണത്. അത്രേ ഉള്ളൂ. സിമ്പിൾ കറിയാണ് കേട്ടോ. ഇത് ആരെയും പഠിപ്പിച്ചൊന്നും തരേണ്ട ആവശ്യമില്ല. പിന്നെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ഒഴുക്കത്തിനൊക്കെ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ കുമ്പളങ്ങ കറി. അതിൻ്റെ ഒപ്പം കുറച്ച് എന്താണ് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാട്ടിയേക്കാമെന്ന് കരുതി. വെണ്ടയ്ക്കയും ഈ സവാളയൊക്കെ ഇട്ട് തന്നെ വാട്ടി കഴിയുമ്പോൾ അതിൻ്റെ ആ ഞോളപ്പ് പോയി കഴിയുമ്പോഴാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുള്ളൂ. അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി വേറെ മുളക് പൊടി വേറെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ആ ഇടുമ്പോൾ ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നൂലൊക്കെ വലിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ മുളക് പൊടി ഒക്കെ ഇടുന്നത്. അപ്പം ഇന്നലത്തെ മീൻ ഞാൻ ഫ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം ഇത് എനിക്ക് എനിക്കില്ല, ഞാൻ തിന്നില്ല കേട്ടോ. അവിടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, അമ്മയ്ക്കപ്പം വയ്യാണ്ട് ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ വെച്ച് കൊടുക്കാമെന്ന് കരുതി. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും അങ്ങനെ പറയല്ല, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. പണ്ടത്തെ ആൾക്കാരുടെ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് മുട്ട പൊരിച്ചത്. അത് കൊച്ചിന് പൊരിച്ചതെന്ന് ഞാൻ ഇത്തിരി അടിച്ച് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ചെറുതാണ് ഇപ്പോൾ വരുന്നതൊക്കെ, ചെറിയ വീഡിയോ ആണല്ലേ. കുഴപ്പമില്ല, നമ്മൾ ചെറുതാണെങ്കിലും ഡെയിലി ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. നമ്മുടെ വീഡിയോ നിർത്തുള്ളൂ. എല്ലാവർക്കും ടാറ്റാ.